നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്ഭവനിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അനിഷ്ട സംഭവങ്ങൾ. ശക്തമായ പ്രതിഷേധമുയർന്ന മാർച്ചിൽ പോലീസിന്റെ ബാരിക്കേഡ് SFI പ്രവർത്തകർ തകർത്തു. SFI നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ എല്ലാ കക്ഷികൾക്കും താൽപര്യമുണ്ടാകുമെന്ന് PMA സലാം. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം സഹായം, മകന് സർക്കാർ ജോലിയും നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തം. അന്വേഷണ റിപ്പോർട്ടിൽ 177 നിർമ്മാണ പിഴവുകൾ. കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടായെന്ന് PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ SFI രാജ്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധ മാർച്ച് തടയുന്നതിനായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന്റെ ഒരു ഭാഗം SFI പ്രവർത്തകർ എടുത്തുമാറ്റി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ തുടർച്ചയായി ഇന്നും രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധ മാർച്ച് തടയുന്നതിനായി പോലീസ് വെച്ച ബാരിക്കേഡിന്റെ ഒരു ഭാഗം SFI പ്രവർത്തകർ എടുത്തുമാറ്റി. ജലപീരങ്കി പ്രയോഗം വകവയ്ക്കാതെയാണ് പ്രതിഷേധക്കാർ ബാരിക്കേഡ് എടുത്ത് മാറ്റിയത്. 5 തവണയാണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ ജലപീരങ്കി ഉപയോഗിച്ചത്. ഇതിനിടെ തകർത്ത ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങിയതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. പിന്നീട് മുന്നറിയിപ്പ് നൽകിയ പോലീസുകാരോട് ടിയർ ഗ്യാസ് എറിയാൻ SFI പ്രവർത്തകർ വെല്ലുവിളിച്ചു. കേരളത്തിന്റെ മതനിരപേക്ഷതയെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും തകർക്കുവാൻ വേണ്ടി മോഹൻ ഭാഗവത്തിന്റെ കൊട്ടേഷനുമായാണ് കേരളത്തിൽ ഗവർണർ എത്തിയിരിക്കുന്നത് എന്ന് SFI ദേശീയ പ്രസിഡന്റ് ആദർശം സജി പറഞ്ഞു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് ഇവിടുത്തെ ഗവർണർ അർലേക്കർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതിന് കൊണ്ട് കൊടുത്തോണം. ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. സമരത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS അനുഭാവിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയർത്തി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പ്രതിഷേധം അറിയിച്ചു. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക്, ഏത് സെനറ്റുകളിലേക്ക്? നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ, ബാക്ക്ഡോറിലൂടെ, ആകാശത്തൂടെ ഓടിപൊളിച്ച് RSSകാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത SFIക്കാരൻ VD സതീശന്റെ ഭാഷയിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ, ഞങ്ങൾ SFIക്കാർ പുറം വാതിലൂടെ കയറ്റുന്ന BJPക്കാർക്കെതിരെയുള്ള ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാരിക്കേഡുകൾ കടന്ന് അപ്പുറത്ത് വരാൻ SFI തീരുമാനിക്കാത്തത് കൊണ്ട് മാത്രമാണ് രാജ്ഭവനിലേക്ക് കടന്നു കയറാത്തത് എന്ന് പറഞ്ഞ് SFI സമരം അവസാനിപ്പിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. വിവാദം ആളിക്കത്തുന്നതിനിടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കൊപ്പമുള്ള പരിപാടി ഒഴിവാക്കി മന്ത്രി V ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് നടന്ന ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന നിരാമയ കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വേദിയിലേക്ക് മന്ത്രി എത്തിയില്ല. മന്ത്രിസഭാ യോഗം നടക്കുന്നത് കൊണ്ടാണ് എത്താത്തതെന്നാണ് വിശദീകരണം. മന്ത്രി V ശിവൻകുട്ടി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടിരുന്നത്. എന്നാൽ മോഹനൻ കുന്നുമേൽ പരിപാടിക്ക് എത്തില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. മന്ത്രി V ശിവൻകുട്ടി പരിപാടിക്ക് പങ്കെടുക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെ അനൗദ്യോഗികമായ വിവരം. രാജ്ഭവനിൽ ഭാരതമ്മ ചിത്രം പ്രദർശിപ്പിച്ചതിന് പിന്നാലെ വേദിയിൽ നിന്നിറങ്ങിപ്പോയ ശേഷം
ഇരുവരും ഒരുമിച്ചുള്ള പരിപാടിയാണ് മന്ത്രി ഒഴിവാക്കിയത്. കഴിഞ്ഞ ആഴ്ച ഈ പരിപാടി സംബന്ധിച്ച ഒരു പ്രതികരണം മന്ത്രി നടത്തിയിരുന്നു. താനും ഗവർണറും പങ്കെടുക്കുന്ന ഒരു പരിപാടി വരാനുണ്ട്, അതിലും ഭാരതാംബ ചിത്രവുമായി വരുമോ ആവോ എന്നായിരുന്നു പരിഹാസരൂപേണ മന്ത്രിയുടെ പ്രതികരണം. M5 ന്യൂസ്, തിരുവനന്തപുരം. VCയുടെ ഉത്തരവ് തള്ളി കേരള സർവകലാശാലയിലെത്തി രജിസ്ട്രാർ KS അനിൽകുമാർ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അനിൽകുമാർ പറഞ്ഞു. മിനി കാപ്പന് രജിസ്ട്രാർ ചുമതല നൽകിക്കൊണ്ട് VC മോഹൻ കുന്നുമേൽ ഉത്തരവിറക്കിയിരുന്നു. അനിൽകുമാർ എത്തിയാൽ തടയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വിലക്കുകളെല്ലാം മറികടന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാലയിലെത്തി ഓഫീസിൽ പ്രവേശിച്ചത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ്. പുതിയതായി 4 സീറ്റുകൾ അധികം ആവശ്യപ്പെടാനാണ് നീക്കം. വടക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് ലീഗ്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയോ നാദാപുരമോ വേണമെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. വയനാട് ജില്ലയിൽ കൽപ്പറ്റ സീറ്റാണ് ലീഗ് കണ്ണുവയ്ക്കുന്നത്. ഒത്തുതീർപ്പ് എന്ന നിലയിൽ സംവരണ മണ്ഡലമായ മാനന്തവാടിയും ലീഗ് ആവശ്യപ്പെട്ടേക്കും. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ ലഭിക്കണമെന്നാണ് ലീഗിന്റെ നിലപാട്. ഇതിനിടെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും സീറ്റ് ആവശ്യപ്പെട്ടേക്കാം. ഇതിനിടെ ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനെ പരോക്ഷമായി ശരിവെക്കുന്ന പ്രതികരണമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയത്. കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ എല്ലാ കക്ഷികൾക്കും താൽപര്യമുണ്ടാകുമെന്ന് PMA സലാം പ്രതികരിച്ചു. എന്നാൽ UDF-ലെ ചർച്ചകൾക്ക് ശേഷമേ പറയാനാകൂവെന്നും സീറ്റുകൾ എങ്ങനെ പങ്കുവെക്കണം എന്ന് UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്നുമായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. UDF-ൽ നിന്ന് അനുവദിക്കുന്ന മുഴുവൻ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുമെന്നും UDF-ലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ലീഗ് അതിന്റെ എല്ലാ കഴിവും വിനിയോഗിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, മലപ്പുറം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം. കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായവും മകൻ നവനീതിന് സർക്കാർ ജോലിയും നൽകും. വീട് നിർമ്മിച്ചു നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മകൾ നവമിയുടെ ചികിത്സയും ഇതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട് സന്ദർശന സമയത്ത് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. സ്ഥിരം തൊഴിൽ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായമായി ബിന്ദു ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഉടമ 1 ലക്ഷം രൂപ നൽകിയിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപ ചാണ്ടിയുമ്മൻ MLA കൈമാറിയിരുന്നു. ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത്. ജൂലൈ 3-നാണ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ മകൾക്ക് കൂട്ടിരിക്കാനായി പോയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരണപ്പെട്ടത്. JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSY കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം 177 നിർമ്മാണ പിഴവുകൾ കണ്ടെത്തി. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാംബർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. UPS-ഉം ബാറ്ററിയും സ്ഥാപിച്ചത് ഇടുങ്ങിയ മുറികളിലാണ്. അവിടെ ആവശ്യത്തിന് വായു സഞ്ചാരമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താപനില സുരക്ഷിതമായി ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ല. ഫാൻ കോയിൽ യൂണിറ്റ് UPS-ന്റെ തൊട്ടുമുകളിലാണ് സ്ഥാപിച്ചത്. ഇതിൽ നിന്ന് വെള്ളം ചോർന്നാണ് UPS-ലേക്ക് വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2023-ലും 2024-ലും ഈ പരിശോധന നടത്തിയിരുന്നു. അന്നൊക്കെ ഈ പിഴവുകൾ PWD ഇലക്ട്രിക്കൽ വിഭാഗം ചൂണ്ടിക്കാട്ടിയും അത് പരിഹരിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. മെയ് 2-നും മെയ് 7-നും തീപിടുത്തമുണ്ടായതിനു ശേഷം മെയ് 18-ന് നടത്തിയ പരിശോധനയിലാണ് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്ന് ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തി വീണ്ടും റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും അവിടെ പണികളൊന്നും നടക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. M5 ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങി സമസ്ത. സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമര പ്രഖ്യാപനം നടത്തിയത്. സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം. സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധം സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത നേരിട്ട സമരത്തിനിറങ്ങുകയാണ്.
സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരപ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 5-ന് കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ ധർണാ സമരം നടത്താനും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനുമാണ് തീരുമാനം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെങ്കിലും അത് പരിഗണിക്കാതെ വന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരവുമായി സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരായ സമസ്തയുടെ സമരം ന്യായമാണെന്നും ലീഗ് കൂടിയാലോചിച്ച നിലപാട് രൂപീകരിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂരിന്റെ ലേഖനം. ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചുവെന്നും രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ശഠിച്ചുവെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. അടിയന്തരാവസ്ഥയെ ആയുധമാക്കി BJP പ്രചാരണങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ശശി തരൂരിന്റെ ലേഖനം. കഴിഞ്ഞ ദിവസം ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാകുന്നതിനിടെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ലേഖനം വിവാദമായിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറംലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയായി. അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചുവെന്നും തരൂർ ലേഖനത്തിൽ വിമർശിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചു. ഇന്നത്തെ ജനാധിപത്യ ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ശശി തരൂരിന്റെ സർവേ ഫലത്തെ തള്ളി UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത്തരം പ്രതികരണങ്ങൾ അനാവശ്യമാണെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണമെന്നും അടൂർ പ്രകാശിന്റെ പ്രതികരണമുണ്ടായി. സർവേക്ക് യാതൊരു ആധികാരികതയുമില്ല. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ മലപ്പുറം DCCയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം പ്രവർത്തകർ കളക്ടറേറ്റ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് വീട്ടുകാരോടൊപ്പം പുഴ കാണാൻ പോയി ഒഴുക്കിൽപ്പെട്ട് 14-കാരിക്ക് ദാരുണാന്ത്യം. പുലാപ്പറ്റ കോളശ്ശേരി ഭാഗത്ത് വീട്ടുകാരോടൊപ്പം പുഴ കാണാൻ പോയ ശിവാനിയാണ് ഒഴുക്കിൽപ്പെട്ടത്. കുട്ടിയെ ജീവനോടെ കരയിലേക്ക് എത്തിച്ച് ശ്രീകൃഷ്ണപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 പേരടങ്ങുന്ന കുടുംബം പുഴയിൽ കുടിക്കാനെത്തിയതായിരുന്നു. കാൽവഴുതിയ ശിവാനി വെള്ളത്തിൽ അകപ്പെട്ടു. കൂടെയുള്ളവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. നാട്ടുകാർ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ വിവരമറിഞ്ഞ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. കുട്ടിയെ ജീവനോടെ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവമുണ്ടായത്. കടമ്പഴിപ്പുറം അമൃതാലയത്തിൽ സന്തോഷ് കുമാറിന്റെ മകളായ ശിവാനി കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. M5 ന്യൂസ്, പാലക്കാട്. പാലക്കാട് നഗരത്തിലെ ലോഡ്ജിനോട് ചേർന്ന യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വാലിപ്പറമ്പ് റോഡിന് സമീപമുള്ള ഗേറ്റ്വേ ഹോട്ടലിന്റെ പിറകിലുള്ള പറമ്പിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് കാരോട് സ്വദേശി 29-കാരൻ മണികണ്ഠനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെയാണ് മണികണ്ഠനും മലപ്പുറം സ്വദേശിയായ യുവാവും ഒരു സ്ത്രീയും ചേർന്ന ഹോട്ടലിൽ റൂം എടുത്തത്. ഈ സ്ത്രീയെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ ഒന്നുമില്ല. മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ സംഭവത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. യുവാവിന്റെ കാലിന് പരിക്കുണ്ട്. മരണം കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. M5 ന്യൂസ്, പാലക്കാട്. പരപ്പനങ്ങാടി എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക മരുന്നായ MDMA പിടിച്ചെടുത്തത്. പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ KT ഷനൂജും പാർട്ടിയും ചേലേമ്പ്ര കുറ്റിപ്പാല സ്വദേശി അഫ്സാനെയാണ് ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 40 ഗ്രാം MDMA പിടിച്ചെടുക്കുകയായിരുന്നു. ഇതിന് വിപണിയിൽ ഏകദേശം 3 ലക്ഷം രൂപ വില മതിക്കും.
പൈങ്ങാട്ടൂർ, ചെട്ടിയാർമാട്, ചേലുപാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ടർഫ് കേന്ദ്രീകരിച്ചുമാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ബംഗളൂരിൽ നിന്നുമാണ് ഇയാൾ MDMA എത്തിക്കുന്നതെന്നും എത്തിച്ചു കൊടുക്കുന്നയാളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടത്തുന്നതായും ഇനിയും പ്രതികൾ പിടിയിലാവാൻ സാധ്യതയുണ്ടെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ സി, അരുൺ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. M5 ന്യൂസ്, മലപ്പുറം. പൈങ്ങോട്ടൂര്, ചെട്ടിയാർമേട്, ചേലൂർപ്പാടം എന്നീ പ്രദേശങ്ങളിൽ അതുപോലെ ടർഫ് കേന്ദ്രീകരിച്ചും നിരവധി മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും നടക്കുന്നുണ്ട് പരാതി ലഭിച്ചിരുന്നു. ഇത് അന്വേഷിച്ചതിൽ ഒരാഴ്ചയായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് അഫ്നാസ് എന്നൊരു വ്യക്തിയാണ് അവിടെ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ വിപണനവും ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറുകയും ഒരു 40 ഗ്രാമോളം MDMA കണ്ടെത്തുകയുണ്ടായി. ഇത് വിപണിയിൽ ഏകദേശം 3.5-4 ലക്ഷത്തോളം വില വരും. ഇനിയും ഇതിൻ്റെ പുറകിൽ ഈ അഫ്നാസ് മാത്രമല്ല, ഇതിൻ്റെ പുറകിലും നിരവധി ആളുകളുണ്ട്. അത് വിവരം ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതും കൂടെ നമ്മൾ കണ്ടെത്തുന്നതിനാണ് ഞങ്ങൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് തന്നെയാണ് തീരുമാനിച്ചത്. താനൂരിൽ മത്സ്യബന്ധന വള്ളത്തിലുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ബുറാഖ് എന്ന പേരുള്ള വള്ളത്തിലാണ് അപകടമുണ്ടായത്. ചെട്ടിപ്പടി സ്വദേശികളായ അലി അക്ബർ, മാമുക്കോയ അഷ്റഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും TDRF വളണ്ടിയർമാരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി തൊട്ടടുത്തുള്ള താനൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കാനഡയിൽ വിമാനാപകടത്തിൽ 2 മരണം. ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ മലയാളി വിദ്യാർത്ഥിയും ഉൾപ്പെടുന്നു. കൊച്ചി സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മാനിട്ടോബ വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടരുന്നു. വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാരായ K രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്തയച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഇന്ന് 1 പവൻ സ്വർണത്തിന് 160 രൂപയാണ് കൂടിയത്. 72,160 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഗ്രാമിന് 20 രൂപ കൂടി 920 രൂപയിലെത്തി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,395 രൂപയായി. വെള്ളിയുടെ വില 116 എന്ന നിരക്കിൽ തുടരുകയാണ്. ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയരുന്നുണ്ട്. ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കും. സ്പോർട്സ്. മേജർ ലീഗ് സോക്കർ ഫുട്ബോൾ ലീഗിൽ തുടർച്ചയായ 2ാം മത്സരത്തിലും ഇരട്ട ഗോളുകളുമായി ലയണൽ മെസ്സി തകർത്താടിയപ്പോൾ ഇന്റർ മയാമിക്ക് തുടർച്ചയായ 2ാം ജയം. ന്യൂ ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി വീഴ്ത്തിയത്. 2 ഗോളുകളും നേടിയത് നായകൻ ലയണൽ മെസ്സി തന്നെയായിരുന്നു. ആവേശകരമായ മത്സരത്തിന്റെ 27ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത്. കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. നേരത്തെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത്. എന്നാൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഒരു ജില്ലയിലും ഇന്നും നാളെയും അലേർട്ടില്ല. അതേസമയം ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ശനിയാഴ്ച വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്ഭവനിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അനിഷ്ട സംഭവങ്ങൾ. ശക്തമായ പ്രതിഷേധമുയർന്ന മാർച്ചിൽ പോലീസിന്റെ ബാരിക്കേഡ് SFI പ്രവർത്തകർ തകർത്തു. SFI നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ എല്ലാ കക്ഷികൾക്കും താൽപര്യമുണ്ടാകുമെന്ന് PMA സലാം. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം സഹായം. മകന് സർക്കാർ ജോലിയും നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തം. അന്വേഷണ റിപ്പോർട്ടിൽ 177 നിർമ്മാണ പിഴവുകൾ. കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടായെന്ന് PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.